CAC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസിക്ക് മറുപടിയുമായി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്ത സ്ഥാപനങ്ങളിൽ ശുചീകരണത്തിന് ആളുകളുണ്ടെന്ന ജിഫ്രി തങ്ങളുടെ പരിഹാസം. സമസ്തയെ ശുദ്ധീകരിക്കാൻ ആരെയും ആവശ്യമില്ല, കരാർ വ്യവസ്ഥയിൽ ശുദ്ധീകരണത്തിനില്ലെന്നും ജിഫ്രി തങ്ങൾ മൈസൂരുവിൽ ചേർന്ന സമസ്ത സമ്മേളനത്തിൽ പറഞ്ഞു. നമുക്ക് പല കമ്പനി പരസ്യം കണ്ടില്ലേ, ഇപ്പോൾ സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം, ഞങ്ങളെ കമ്പനിക്ക് അതിൻ്റെ കോൺടാക്റ്റ് തന്നളിയുന്നോ, അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കളി. എന്നിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആളാവശ്യമില്ല, കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തൂപ്പുകാർ, മറ്റ് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ, പണിക്കാരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. സമസ്തൻ്റെ ഓഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട്. അങ്ങനെ അതിൻ്റെ മറ്റുള്ള ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ, കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തൊരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കരാർ വ്യവസ്ഥയിലായി ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കണമില്ല. ഇപ്പോൾ നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ അങ്ങനെ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ശുദ്ധീകരിക്കേണ്ട ഒരു പണി അവിടെ ഇല്ലാത്തതുകൊണ്ടും, ഒരു കോൺട്രാക്ടർ ഏതെങ്കിലും ഈ കോൺട്രാക്റ്റിങ് കമ്പനികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ടും അതിനെപ്പോൾ ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും അങ്ങനെ പരസ്യം കൊടുത്തതുകൊണ്ട് പറയാണ്. ആ പരസ്യം ഞങ്ങളോട് പറയണ്ടെന്ന്, അല്ലെങ്കിൽ വേറെ കമ്പനികളൊക്കെ നോക്കി അവരായിട്ട് എഗ്രിമെൻ്റ് ചെയ്തോളി. ഞങ്ങൾ സമസ്തരായിട്ട് അങ്ങനത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി എഗ്രിമെൻ്റ് വാങ്ങിക്കൊണ്ട് ആരും വരണ്ട. ജോഷില കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ജോഷില, ഈ സമസ്തയിലെ പ്രശ്നം, സമസ്ത ലീഗ് പ്രശ്നം, തർക്കം, അത് ഇങ്ങനെ പരിഹാരമില്ലാതെ തുടരുന്നു. നല്ല മറുപടിയാണല്ലോ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഈ മുഷാവറ യോഗത്തിനൊക്കെ ശേഷം സമസ്തയിലൊരു ശുദ്ധീകരണം വേണമെന്ന് ഈ ഹക്കീം ഫൈസി, ആദിശേരിയൊക്കെ നിലപാടെടുത്തത്. ഇപ്പോൾ അതിന് നല്ല ഒന്നാന്തരം ഉരുളയ്ക്കുപ്പേര് മറുപടി കൊടുത്തിരിക്കുകയാണ് ജിഫ്രി തങ്ങൾ. തൽക്കാലത്തേക്ക് ശുദ്ധീകരണ തൊഴിലാളികളെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് ലീഗിനിട്ട് കൂടിയാണ് ചെന്ന് കൊള്ളുന്നത്. തീർച്ചയായും മനു, ഇപ്പോൾ ഹക്കീം ഫൈസി ആദിശേരിക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ, അല്ലെങ്കിൽ ഉരുളക്കുപ്പേരി പോലെ തന്നെയുള്ള മറുപടിയാണ് ജിഫ്രി തങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ മുഷാവറ യോഗത്തിന് ശേഷം ജിഫ്രി തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. CIC-യുമായി യാതൊരു ബന്ധവും ഇനി മുതലില്ല. കാരണം CIC നേരത്തെ തന്നെ തങ്ങളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ചില മധ്യസ്ഥ ചർച്ചകൾ നടന്നപ്പോൾ മുന്നോട്ട് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊന്നും തന്നെ നടപ്പിലാക്കാൻ CIC-ക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ CIC-യുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്നുള്ളത് സമസ്തയുടെ നേതാക്കൾ, അല്ലെങ്കിൽ ജിഫ്രി തങ്ങളടക്കം, സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങളടക്കം നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിനുശേഷം ആണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി ജിഫ്രി തങ്ങൾ മുന്നോട്ട് വരുന്നത്. മൈസൂരിൽ നടന്ന സമസ്തയുടെ സമ്മേളനത്തിലാണ് ജിഫ്രി തങ്ങൾ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വിശുദ്ധന്മാർ സ്ഥാപിച്ച പ്രസ്ഥാനത്തെ ശുദ്ധീകരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ, ശുദ്ധീകരിക്കപ്പെടുന്ന പ്രക്രിയയുമായി ചിലർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ചില കമ്പനികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കമ്പനികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പോലും. എന്നാൽ കരാർ അടിസ്ഥാനത്തിൽ ഇത്തരം കമ്പനികളെയോ തൊഴിലാളികളെയോ തങ്ങൾക്ക് ആവശ്യമില്ല. തങ്ങൾ ഉപയോഗിക്കുന്ന ഓഫീസ്, അത് ശുദ്ധീകരിക്കാൻ ആളുകളുണ്ട്. ഉപയോഗിക്കുന്ന സ്ഥലം, കക്കൂസ് അടക്കമുള്ള സ്ഥലങ്ങൾ ശുദ്ധീകരിക്കാൻ ഇപ്പോൾ ആളുകളുണ്ട്. അതിനൊന്നും ശുദ്ധീകരിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ അത്തരം തൊഴിലാളികളെ ഇപ്പോൾ എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ജിഫ്രി തങ്ങൾ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ, എന്നാൽ ഏറ്റവും പരിഹാസപരമായുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ലീഗിന് കിട്ടിയ ഒരു കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. തൽക്കാലം അത്തരത്തിൽ ശുദ്ധീകരണ തൊഴിലാളികളുടെ ആവശ്യമില്ല എന്ന് ഹക്കീം ഫൈസി ആദിശേരിക്കുള്ള മറുപടിയാണെങ്കിലും അത് ചെന്നുകൊള്ളുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വമായ മുസ്ലിം ലീഗിലേക്കാണ് എന്നതാണ് അതിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്. ജോഷിലാണ് വിവരങ്ങൾ നൽകി.